ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഈ വേനൽക്കാലത്ത് അതായത് ഈ സമ്മർ സീസണിൽ കഴിക്കാവുന്ന ഒരു കിടിലൻ ഡെസേർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെ സാഗോ ഡെസേർട്ട് എന്നോ ഫ്രൂട്ട് സാഗോ ഡെസേർട്ട് എന്നോ വിളിക്കാം. പിന്നെ ഈ നോമ്പുകാലം ഒരു ഒന്നാം തരം ഇഫ്താർ ഐറ്റമായിട്ടും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനൊരു ഇൻഡക്ഷൻ കുക്കറിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ഒഴിക്കാൻ പോകുന്ന ഒരു 1/2 ലിറ്റർ പാലാണ്. ഞാനിപ്പോൾ ടൗണ്ട് മിൽക്ക് എടുത്തിരിക്കുന്നത്, ഏത് പാലാണ് ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. മധുരം കുറച്ച് നിൽക്കുന്നവർക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഒരു 1/2 കപ്പ് തന്നെ മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആക്ച്വലി ഈ ഒരു ഡെസേർട്ട് ഞാനൊരു ഇംഗ്ലീഷ് ചാനലിലാണ് കണ്ടിരിക്കുന്നത് കേട്ടോ. സാധാരണ യൂറോപ്യൻ ഐറ്റംസ് ഒന്നും നമ്മുടെ വീട്ടിലെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഐറ്റംസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ട്രൈ ചെയ്യാറുമില്ല. പക്ഷേ ഇത് നമ്മുടെ വീട്ടിലെ ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും തോന്നിയോണ്ടാണ് നിങ്ങളെയും കൂടെ കാണിക്കുന്നത് കേട്ടോ. ഞാൻ പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, അടിപൊളിയായിരുന്നു. ഇപ്പോഴത്തെ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താ വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അത് ഞാൻ ഓൺ ചെയ്യുവാണേ. അപ്പോൾ ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പാലിനെ നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. തിളപ്പിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പാട കെട്ടി പിടിച്ചു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ പാല് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാൻ ഞാൻ വീണ്ടും ഇൻഡക്ഷൻ കുക്കറിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്ന ഒരു 1/2 ലിറ്റർ വെള്ളം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്തിട്ട് വെള്ളം ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു 1/2 കപ്പ് സാഗോ പേൾ കേട്ടോ. സാഗോ പേൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. ചില സ്ഥലങ്ങളിൽ ഇതിനെ സാബുൻ റൈസ് എന്നും സാബുദാന റൈസ് എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ചൗവരി എന്നാണ് പറയുക. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഞാൻ നേരത്തെ പറഞ്ഞു സാഗോ ഡെസേർട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അതാണ് സാഗോ പേൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതും ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 8-10 മിനിറ്റ് കൊണ്ട് നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ട് കിട്ടും. ഇനി കിട്ടുന്ന ബ്രാൻഡ് അനുസരിച്ച് അത് മാറാം. ഒന്ന് ട്രാൻസ്പാരൻ്റ് ആകുന്നവരെന്തായാലും തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സാഗോ പേൾസ് ഒത്തിരി ട്രാൻസ്പാരൻ്റ് ആയില്ലെങ്കിലും ഒരു 10-15 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വാങ്ങിയ ബ്രാൻഡിൻ്റെ പ്രശ്നം കൊണ്ടാവും അത്രയും ട്രാൻസ്പാരൻ്റ് ആയിട്ടില്ല. എന്തായാലും ഞാൻ ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സാഗോ പേൾസിനെ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചെടുക്കുകയാണേ, അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. ഇത് ഓവർ കുക്ക് ആകാതിരിക്കാനും പിന്നെ എക്സ്ട്രാ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അത് പോകാനും സഹായിക്കും കേട്ടോ. ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം, അതും തണുക്കട്ടെ. അപ്പോഴത്തേക്ക് ഒരു പരിപാടി ഉണ്ട്, അതും കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ബൗളിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ സർബത്തിലൊക്കെ ചേർക്കുന്ന സാധനം കേട്ടോ. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ കസ്കസ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ എല്ലാ ടൈപ്പ് പുഡിങ്ങിനും. ഇതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. മതി. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇത് ഇടുമ്പം തന്നെ ഒന്നിങ്ങനെ വീർത്ത് വരുന്ന കാണാൻ പറ്റും കേട്ടോ. പക്ഷെ ഒരു 10 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വീർക്കും. എന്നാലും ഇത് കുറച്ച് സമയം ഇരിക്കട്ടെ. ഇതിന് ഞാൻ മാറ്റി വെക്കുകയാണ്. അതേസമയം നമ്മളത് നേരത്തെ തണുക്കാൻ വെച്ച പാല് നന്നായിട്ട് തണുത്തിരിപ്പുണ്ട്. ഇതിന് നമുക്ക് ചെയ്യേണ്ടത് ഇനി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ബാക്കി ഐറ്റംസ് എല്ലാം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പാല് നന്നായിട്ട് തണുത്തിരിക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. നമ്മൾ ആദ്യം ഇതിലേക്ക് ഇടുന്നേ സാഗോ പേൾസാണ്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കസ്കസ് കണ്ടോ നന്നായിട്ട് വീർത്ത് കുതിർന്നിരിക്കുന്നുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണമെങ്കിൽ എസൻസ് മാറ്റി ഉപയോഗിക്കാം കേട്ടോ. ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതേ കാഷ്യൂ നട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെ ബദാം നുറുക്കിയെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഫ്രൂട്ട്സ് ആട്ടോ. ഇതേ ഏകദേശം 1 കപ്പ് ഫുള്ളില്ല, ഒരു 1/4 കപ്പോളം ഗ്രീൻ ഗ്രേപ്സ്, പച്ച നിറത്തിലുള്ള മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്ര തന്നെ ബ്ലാക്ക് ഗ്രേപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ദേ മാംഗോയുടെ സീസൺ അല്ല, എന്നാലും കിട്ടിയാലിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതേ ബനാന, ഏത്തപ്പഴം ഇട്ട് കൊടുക്കണേ. ഇതേ കുറച്ച് സ്ട്രോബെറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തിട്ട് കൊടുക്കണ്ടേ. ഇത്രയും ഫ്രൂട്ട്സ് വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടോ അതിട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സാഗോ ഡെസേർട്ട് അല്ലെങ്കിൽ സാഗോ ഫ്രൂട്ട് ഡെസേർട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ. വേണമെങ്കിൽ ഒന്നുകൂടി തണുപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. സോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിട്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.